സംസ്ഥാനത്ത് CPIഎമ്മിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇന്ന് രാവിലെ ചേരുന്ന CPIഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. ഏതാണ്ട് പട്ടികയൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞു. മാധ്യമങ്ങളിലൊക്കെ വന്ന ആളുകൾ തന്നെയാണ് മത്സരരംഗത്തുണ്ടാവുക എന്നാണ് ഇന്നലെ രാത്രിയിലൊക്കെ ചില ആളുകൾ നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഷബീദ് റാവുത്തർ ചെന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. LDF ക്യാമ്പിനെ സംബന്ധിച്ച് അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചു. ഇന്നലെ CPIയുടെ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇന്ന് ഔദ്യോഗികമായി CPIഎമ്മിന്റെ 15 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുന്നതോടുകൂടി LDF ക്യാമ്പ് അത് ഉണരും. മാത്രമല്ല, അവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ അതിവേഗം മുന്നിലെത്തും എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇനി CPIഎമ്മിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു PB അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഒരു മന്ത്രി അടക്കം 4 MLA മാർ, ജില്ലാ സെക്രട്ടറിമാരടക്കം അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ലിസ്റ്റാണ്, അല്ലെങ്കിൽ അതാണ് അവർ പരീക്ഷിക്കുന്നത്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കുന്നത്. വർക്കലയിൽ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും അതേപോലെ തന്നെ അവരുടെ MLA-മായിട്ടുള്ള ആറ്റിങ്ങൽ MLA-മായിട്ടുള്ള V ജോയിയാണ് മത്സരിക്കുക ആറ്റിങ്ങലിൽ. അതേപോലെ തന്നെ കൊല്ലത്ത് MLA ആയിട്ടുള്ള M മുകേഷ് മത്സരിക്കും. പത്തനംതിട്ടയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് ആയിരിക്കും പോരിനിറങ്ങുക. പത്തനംതിട്ടയിൽ വളരെ സുപ്രധാനമായ ഒരു മണ്ഡലമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ആലപ്പുഴയിൽ ആരിഫ് എം പി തന്നെ മത്സരിക്കട്ടെ എന്നുള്ളതാണ് CPIഎം നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. ഇടുക്കിയിൽ അവരുടെ മുൻ MP ജോയ്സ് ജോർജ് സ്ഥാനാർത്ഥിയാകും. എറണാകുളത്ത് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ CPIഎം ഇറക്കിയിരുന്നു. KSTA ഭാരവാഹിയായിട്ടുള്ള KJ ഷൈനാണ് എറണാകുളത്ത് ഹൈബി-ഈഡനെ മത്സരിക്കാൻ രംഗത്ത് CPIഎം ഇറക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ആലത്തൂർ രമ്യ ഹരിദാസിൽ നിന്ന് ആലത്തൂർ കോട്ട തിരിച്ചുപിടിക്കാൻ CPIഎം ഇക്കുറി കളത്തിലിറക്കുന്നവരുടെ മന്ത്രിയെ തന്നെയാണ്. മന്ത്രി K രാധാകൃഷ്ണൻ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിലും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രനായിട്ടുള്ള മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന K സംസയെ മത്സരിപ്പിക്കാനാണ് നിലവിൽ ഇപ്പോൾ CPIഎം തീരുമാനിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും കോഴിക്കോട് മുതിർന്ന നേതാവ് എളമരം കരീമും മത്സരിക്കാൻ ഇറങ്ങും. വടകരയിൽ K മുരളീധരനെ നേരിടാൻ CPIഎമ്മിന്റെ ഏറ്റവും പോപ്പുലർ ഫേസ് ആയിട്ടുള്ള KK ശൈലജ ടീച്ചർ തന്നെ രംഗത്തിറങ്ങും. അതേപോലെ കണ്ണൂരിലും കാസർഗോഡും ജില്ലാ സെക്രട്ടറിമാരായിരിക്കും മത്സരിക്കുക. കണ്ണൂരിൽ MV ജയരാജനും കാസർഗോഡ് MV ബാലകൃഷ്ണനും മത്സരിക്കും. CPIഎം കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടുകൂടി LDF സജീവമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ.